പുതിയ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ വാങ്ങിച്ചു വെച്ച ബുദ്ധൻ. മനസ്സിലായി? ഇത് ഭംഗിയാണ് നോക്കി കാണാനായിട്ട്. ഇത് വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് ധനം വരും ചെയ്യും, ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും, നമ്മുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവില്ല. അത് 100% സത്യമുള്ള കാര്യമാണ് കേട്ടോ. കണ്ട എന്തൊരു ഭംഗിയാണ് നോക്കുക. ഇതിൻ്റെ ഈ തലയിലത്തെ ഉണ്ടല്ലോ, ഇത് മുടിയല്ല എന്നാണ് പറയണത്. ഒച്ചുകൾ തപസ്സിരിക്കുമ്പോൾ ഒച്ചുകൾ വന്ന് കയറി കൂടിയതാണെന്ന് പറയുന്നത് തലയിലിട്ടാ. അങ്ങനെ പറയുന്നുണ്ട്. ശരിയായിരിക്കും. എന്താ വെച്ചാൽ അത് നമ്മൾ നല്ലോണം സൂക്ഷിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് ഒച്ചുകളാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ ഇത് കാര്യത്തിലേക്ക് വരാം. ഇത് വാങ്ങി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പല ആൾക്കാർ വരുമ്പോൾ കുറച്ച് ചിരിച്ചിട്ടൊക്കെ വന്നാലും പോകുമ്പോൾ പ്രാവിട്ട് പോകണ ഒരുപാട് പേരുണ്ട് അല്ലേ. നമ്മൾ ജീവിക്കുന്നത് കണ്ടിട്ട് അസൂയപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും ഒരേ മനസ്സാന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മളെല്ലാവർക്കും ഉള്ളത് കൊടുക്കും, പക്ഷേ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. തിരിച്ചു പോകുമ്പോൾ നമ്മളെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. ഒരാൾ നമ്മുടെ പ്രധാന വാതിലിൻ്റെ അവിടെ നിന്നല്ലോ ഉള്ളിലോട്ട് വരുന്നത്, അവിടെ നിന്ന് വരുമ്പോൾ അവരുടെ മനസ്സിൽ പല ചിന്തകളുണ്ടാവും, ടെൻഷനുണ്ടാവും, അസൂയ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പുറത്ത് തന്നെ കളഞ്ഞിട്ട് അകത്തേക്ക് പോസിറ്റീവ് എനർജിയോട് വരാനുള്ള ഒന്നാണെന്ന് പറയണേ ഈ ബുദ്ധൻ്റെ പ്രതിമ അകത്ത് വയ്ക്കണത്. അപ്പോൾ ഇത് വെക്കണേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിന് ഓപ്പോസിറ്റ് ചുമരുമ്പോഴാണ് വയ്ക്കുക. എനിക്കത് ഇപ്പോൾ വെച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു ഷെൽഫ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ TV-യുടെ മുകളിൽ സ്റ്റാൻഡിൽ ഇനി വെച്ചേക്കണം കേട്ടോ. ഇനി അത് വെക്കണം. അപ്പോഴാണ് നമ്മൾ ഡോറിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് കാണണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ദോഷങ്ങളൊക്കെ ഒരാൾ കയറി വന്ന് പോകുമ്പോൾ ചിലർ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരുങ്ങി വെള്ളടഞ്ഞ് പോകും, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് തീരെ വയ്യാത്ത പോലെ വരും. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ അതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല കേട്ടോ. എപ്പോഴാണ് വിശ്വസിക്കുന്നത്? നമ്മൾ ഭക്തിയിലേക്ക് കുറച്ച് കിടക്കുമ്പോഴല്ല കുറേയൊക്കെ വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒടുത്തൊരുങ്ങി പോകുമ്പോൾ ചിലർ പറയും എൻ്റെ പൊന്നി എന്താ തടി എന്ന് പറയും, അതിൻ്റെ തടി നോക്കുന്നത് അങ്ങനെ പറയും. അപ്പോൾ നമുക്കത് നമ്മളെ ചിലവരുടെ നാവുണ്ടല്ലോ ഭയങ്കര ശക്തിയാണ്. അപ്പോൾ അത് നമുക്കത് ഏൽക്കും. നമുക്ക് തിരിച്ചു വരുമ്പോൾ മിക്കതും അതാട്ടോ. ചിലപ്പോൾ വരുമ്പോൾ വയ്യാത്ത പോലെ. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ നടന്നിട്ടൊന്നുമില്ല, പക്ഷേ എന്താ ക്ഷീണമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ചിലവരങ്ങനെ വണ്ണത്തിന് പറയും. ചില ആൾക്കാരുണ്ട് നമ്മൾ പോകുമ്പോൾ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ എൻ്റെ കോലം നോക്കി എന്ത് കോലാണ്. അപ്പോൾ ചിലവർ നാവ് പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. അത് ശരിക്കുള്ള കാര്യമാണ് കേട്ടോ, സത്യമുള്ള കാര്യം. അപ്പോൾ അവർ പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തോ വയ്യായിക്കൊക്കെ തോന്നും. ഒരു കടുകം മുളകൊക്കെ ഞാൻ ഒഴിഞ്ഞിടാറുണ്ട്, പിള്ളേരെ അതിൽ ഒഴിഞ്ഞിടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടാലും അപ്പോഴും പറയും എന്താ ഭംഗിയില്ല എനിക്ക്. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് വരും. അപ്പോൾ അതിനൊക്കെ ഇതൊരു കടുകും മുളകൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മളിടുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഇത് നമുക്ക് ധനം തന്നെ കൊണ്ടുവരും കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് വെച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നല്ലൊരു ഐശ്വര്യമുള്ളതാണ്. ഇനി എവിടെ വെക്കണം ഞാൻ കൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ ലക്ഷ്മിദേവിയുടെ വാഹനം എന്ന് പറയണം. അപ്പോൾ ഇതും വാങ്ങിച്ചു വെച്ച് ഇത് മൂങ്ങ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ഇനി ഇത് രണ്ടും നമുക്ക് എവിടെയെങ്കിലും വെക്കണം. ഇതിപ്പോൾ വെച്ചിട്ടില്ല. അതിന് നമുക്കൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെ ചില്ലിൻ്റെ ഇതുപോലെ കേട്ടോ. ഇതുപോലെ ഒന്ന് നമുക്ക് ഞാനിത് വെച്ചതാണ്. ഇതുപോലെ വെക്കണം. ഇതുമ്പോഴാണ് വെക്കുക കേട്ടോ. ഇതുമ്പോൾ വിഗ്രഹങ്ങൾ ഇരിക്കണോക്ക് ഇതുമ്പോഴാണ് അത് വെക്കുക. ഇത് വെച്ചതിന് ശേഷം കാശ് കുറേ ധനം വന്നില്ലെങ്കിലും നമ്മൾക്ക് ഉള്ളത് കൊണ്ട് നല്ലൊരു ഐശ്വര്യമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചത്. അപ്പോൾ പണിക്കാർ പറയണ ഓടല് ഇപ്പോൾ എല്ലാ വീട്ടിലും ഫാഷനാണല്ലോ ഇങ്ങനെ മൊത്തത്തിൽ ബുദ്ധനെ വയ്ക്കൽ. അത് നമ്മൾ അത്രയും അടിപൊളി വീടൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്തവരൊക്കെ നമുക്ക് അങ്ങനെ മേടിച്ച് വെക്കണമെങ്കിൽ ചിലർ പുറത്ത് വെക്കണതാണ്, ഡോറിൻ്റെ പുറത്ത്. അത് പോസിറ്റീവ് എനർജി അകത്തേക്ക് വരണം, നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് അവർ വയ്ക്കണത്. അത് നമുക്ക് തന്നെ ഡോറിൻ്റെ അവിടെ നിന്ന് പുറത്ത് നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴും നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇത് നെഗറ്റീവ് മാറ്റണ ഒന്നാണ് ഇത്. ഞാൻ വിശ്വസിച്ചത് ഇപ്പം അങ്ങനെയാണ് കേട്ടോ. കയറി വരുന്ന ഡോറിൻ്റെ ഓപ്പോസിറ്റ് ഏത് ചുമരാണെങ്കിലും അവിടെ ഒരു ചില്ലിൻ്റെ ഒരു ഷെൽഫ് ഇട്ടിട്ട്, ചെറിയൊരു ഷെൽഫ് ഇട്ടിട്ട് അത് വയ്ക്കുക. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതിന് വലിയ വില ഒന്നും കേട്ടോ, 300 ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് മേടിച്ച് വെച്ചോളാം. കുറച്ചും കൂടി നമ്മൾ ദൈവത്തിന് വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലാത്തവർ പുച്ഛിച്ചിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ നമ്മൾ കുറച്ച് ദൈവത്തിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനോടുള്ള ഇഷ്ടങ്ങൾ തോന്നുന്നത്. കുറേ വിഗ്രഹങ്ങൾ മേടിച്ച് അകത്ത് വയ്ക്കണതിൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ. നമ്മളെല്ലാം കൂടി മേടിച്ച് വെച്ച് പൂജിച്ച് പ്രശ്നങ്ങളൊക്കെ ആക്കിയാലേ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുള്ളൂ. അത്യാവശ്യം നമുക്കൊരു ഇത് വേണം. അപ്പോൾ ബുദ്ധനെ എന്തായാലും അറിയാത്തവർ മേടിച്ച് വയ്ക്കാം. കണ്ടോ? പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ നമ്മൾ വഴക്ക് പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരു ഐശ്വര്യം തന്നെ വരും. വീട് രാവിലെ എണീറ്റ് വൃത്തിയാക്കി ഒക്കെ വെച്ച് ഇതിന് മാത്രം വേറെ വയ്ക്കാം. നമ്മൾ ആര് പുറത്തുനിന്ന് വന്നാലും കാണുന്ന രീതിയിൽ അകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറയാം. അത് കറക്റ്റുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും മേടിച്ച് വയ്ക്കുക. അറിയണവർ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇഷ്ടമുള്ളവർ മേടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മേടിച്ച് വയ്ക്കുക. നമ്മൾ മേടിച്ച് വയ്ക്കുമ്പോൾ പിന്നെ ഫുള്ളായിട്ട് മേടിച്ച് വയ്ക്കുന്നവർ മേടിച്ച് വയ്ക്കുക. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലതെന്നാണ് ആ പണിക്കർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിത് മേടിച്ച് വെച്ചാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.